ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ് മക്കളെ. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ജെയുടെ മോക്ക് സീരീസ് നടത്തിയിരുന്നു. അതിന്റെ ഫസ്റ്റ് സെഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ ആ വീഡിയോ കണ്ടതിന് ശേഷം കുറെ പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും കുറച്ച് സജഷൻ ആയിട്ടൊക്കെ പറഞ്ഞു. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി, ഇതിന്റെ സൊല്യൂഷൻ അതിന്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കാണാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നു എന്നൊക്കെ. അപ്പൊ അതിനൊരു സൊല്യൂഷൻ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് അതിന് പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എല്ലാ വീഡിയോസും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ട് ബി കൂടെ റെക്കോർഡ് ചെയ്തിടാഞ്ഞത് തന്നെ കാരണം അതാണ്. പാർട്ട് ബി എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽസ് ആണ്. നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. മേ ബി കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവാറുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യട്ടെ എന്ന കാരണത്താൽ മാത്രമാണ് ഇന്നലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനത്. സോ പാർട്ട് ബിയുടെ ഡിസ്കഷനിലേക്ക് പോകുന്നു. എന്തായാലും പാർട്ട് ബി ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് അനൗൺസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഡിസ്കഷൻ എന്തായാലും നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ തന്നിരിക്കുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം ദ സർഫസ് ഇലൂമിനേറ്റഡ് ബൈ ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 6630 ആംസ്ട്രോങ് ഈസ് 0.42. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി x × 10⁻13 per second. അങ്ങനെയാണെങ്കിൽ x എത്ര? ത്രെഷോൾഡ് ഫ്രീക്വൻസി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി കാണാനുള്ള റിലേഷൻ എഴുതണം. അപ്പൊ നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു റിലേഷനിലേക്ക് പോകാം. വർക്ക് ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത് h/f0 ആണെന്ന് നിങ്ങൾക്കറിയാം. വർക്ക് ഫംഗ്ഷൻ ആണ് h, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. f0 എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. അപ്പൊ എനിക്ക് ഇവിടുന്ന് ത്രെഷോൾഡ് ഫ്രീക്വൻസി എഴുതാം. f0 which is equal to phi divided by h എന്ന റിലേഷൻ നമുക്കറിയാം. അപ്പൊ മക്കളെ, ഇനി ഇവിടെ ഫൈ എന്ന് പറഞ്ഞ വാല്യൂ എച്ച് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഫൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ജൂളിലാണ് തന്നിരിക്കുന്നത്. SI യൂണിറ്റ് ആണ്. അപ്പൊ ഉറപ്പായിട്ട് ഫൈ കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ അതിലോട്ട് തന്നെ കൺവെർട്ട് ചെയ്തെടുക്കണം എന്ന കാര്യമൊക്കെ നിങ്ങൾ ഓർക്കുക. അപ്പൊ ഫൈ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെടുത്താൽ മതി? ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എടുത്താൽ മതി. നമുക്കറിയാം ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്നും പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നും. അപ്പൊ അതില് പാർട്ടിക്കിൾ നേച്ചർ അദ്ദേഹം ഏറ്റവും നന്നായി ഡിഫൈൻ ചെയ്തത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടായിരുന്നു, ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ് വെച്ചിട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു മെറ്റൽ സർഫസിലേക്ക് ഒരു ഫോട്ടോണിനെ കൊണ്ട് ഇജക്ട് ചെയ്യുമെന്നും എമിറ്റ് ചെയ്യിക്കുമെന്നും. അപ്പം ആ ഫോട്ടോൺ വന്ന് അതിലേക്ക് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ അതിന്റെ സർഫസിലുള്ള ഇലക്ട്രോൺ അവിടുന്ന് ഇജക്ട് ചെയ്യപ്പെടുന്നു. ഇലക്ട്രോൺ ഇജക്ട് ചെയ്യപ്പെട്ടാൽ അതിന് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുമെന്നും. അപ്പം അവിടെ അതിനെ ഇജക്ട് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവിടെ പഠിക്കുന്നുണ്ട്. ആ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം പഠിച്ചതാണ്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നു. എനർജി ഓഫ് എ ഫോട്ടോൺ, എനർജി ഓഫ് എ ഫോട്ടോൺ which is equal to E is equal to എന്തായിരുന്നു ഇക്വേഷൻ? വർക്ക് ഫംഗ്ഷൻ അല്ലെ, എനർജി ഓഫ് എ ഫോട്ടോൺ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. സോ എനർജി ഓഫ് എ ഫോട്ടോൺ E is equal to വർക്ക് ഫംഗ്ഷൻ ഫൈ ആണ് പ്ലസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഈ V0 എന്ന് കൊടുക്കാം. V0 ആരാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. V0 എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. നമുക്കറിയാവുന്ന ബേസിക് ഇക്വേഷൻ ആണ്. ഇവിടുന്ന് എനിക്ക് ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. ഫൈ is equal to E minus V0. ഫൈ is equal to E minus EV0. ഫൈ is equal to E minus EV0. യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം. E is equal to hc by lambda ആണ്. E is equal to hc by lambda. Hന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, സിയുടെ വാല്യൂ നമുക്കറിയാം. പക്ഷെ ഒബ്വിയസ്ലി ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടുമ്പോൾ ഉള്ള വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1400 ഡിവൈഡഡ് ബൈ അല്ലെ 1400 ഡിവൈഡഡ് ബൈ ലാംഡ നമുക്ക് തന്നിട്ടുണ്ട്. ലാംഡ 6630. ഇത് മക്കളെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.87 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.87 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈയുടെ റിലേഷൻ കിട്ടി. സോ അവിടെ നമുക്ക് ഫൈ കണ്ടുപിടിക്കാം. ഫൈ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് 1.87 മൈനസ് ഈ V0. V0 നമുക്ക് തന്നിട്ടുണ്ട് 0.42 ആണ്. 0.42 V എന്ന് കിട്ടും. ആൻഡ് ഫൈനലി ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.45 ഇലക്ട്രോൺ വോൾട്ട്. ഫൈയുടെ വാല്യൂ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1.45 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. യെസ്,
സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ ഫൈ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനിയും F0 ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ വാല്യൂ ആണ്. സോ F0 ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? F0 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ h എന്നാണ് പഠിച്ചത് അല്ലെ. ഫൈയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1.45 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ. ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് SI യൂണിറ്റിലേക്ക് എത്തിക്കുന്നു. 1.45 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട് ആണ് 1.6 ഇൻറ്റു 10⁻⁻⁹ വോൾട്ട് ഡിവൈഡഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്കറിയാം 6.63 ഇൻറ്റു 10⁻⁻34 എന്നാണ്. ഇനി നമുക്കറിയാം ഇത് വോൾട്ടിലേക്ക് മാറ്റി. സോ ഒബ്വിയസ്ലി ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ജൂൾ ആയിട്ട് മാറി. ഇതെന്ന് പറയുന്നത് ജൂൾ സെക്കൻഡ് ആണ് അല്ലെ. സോ ഇവനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 0.35 ഇൻറ്റു 10⁻15 പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ നമുക്ക് ഇവനെ 35 ഇൻറ്റു 10⁻13 (10⁻⁻1) എന്ന് എഴുതാം. നമ്മുടെ വാല്യൂ x ഇൻറ്റു 10⁻13 എന്നായിരുന്നു അല്ലെ. x ഇൻറ്റു 10⁻13 എന്നായിരുന്നു. സോ എക്സിന്റെ വാല്യൂ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് കിട്ടും. x ഈസ് ഈക്വൽ ടു 35. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 persons pull a wire towards themselves. Each person exert a force of 200 Newton. ഇവിടുത്തെ അപ്ലൈഡ് ഫോഴ്സ് 200 Newton on the wire. Young's modulus of a material is 1 into 10⁻11 Newton per meter square. Original length of the wire is 2 meter and the area of cross section 2 centimeter square എന്ന് തന്നിട്ടുണ്ട്. The wire will extended by the length എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വയർ എത്ര എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ്റ്റൻഷൻ കാണണമെങ്കിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ നമുക്ക് സ്ട്രെയിൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. സ്ട്രെയിൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സ്ട്രെയിൻ ഇക്വേഷൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ എക്സ്റ്റെൻഡഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞ വാല്യൂ അറിയണം. നമുക്ക് ക്വസ്റ്റ്യനകത്ത് യങ്സ് മോഡുലസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ യങ്സ് മോഡുലസ് കാണാൻ നമുക്കറിയാം യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറലി സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. നിങ്ങൾക്ക് സ്ട്രെയിൻ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, സ്ട്രെയിന്റെ വാല്യൂ കാണണമെങ്കിൽ ഉറപ്പായിട്ടും സ്ട്രെസ്സും യങ്സ് മോഡുലസും അറിയണം. നമുക്ക് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും ആദ്യം നിങ്ങൾ സ്ട്രെസ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ സ്ട്രെസ് കാണാൻ ഇക്വേഷൻ എന്താ മക്കളെ? സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് 200 ആണ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണോ മക്കളെ? മെറ്റീരിയൽ യങ്സ് മോഡുലസ് ഒറിജിനൽ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2 centimeter square തന്നിട്ടുണ്ട്. സോ 2 ഇൻറ്റു സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 10⁻⁻4 ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കട്ടായി പോയി 10⁻6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് സ്ട്രെസ് കിട്ടി 10⁻6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വളരെ ഈസി ആയിട്ട് കിട്ടും. സോ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയിരുന്നു യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ. ഇവിടെ നിന്ന് എനിക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാം. സ്ട്രെയിൻ ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. സ്ട്രെസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാ? 10⁻6 ആയിരുന്നു ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ 1 into 10⁻11 ആണ്. 1 into 10⁻11 ആണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ 10⁻⁻5 എന്ന് നമുക്ക് കിട്ടും. സ്ട്രെയിൻ വളരെ ഈസി ആയിട്ട് കിട്ടും 10⁻⁻5. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് കാണാനാണ്. സോ ചേഞ്ച് ഇൻ ലെങ്ത് കാണാൻ ഡെൽറ്റ എൽ ഈക്വൽ ടു സ്ട്രെയിൻ ഇൻറ്റു ഒറിജിനൽ ലെങ്ത് എടുത്താം. സോ വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ്റെ വാല്യൂ എത്രയാണ് ഇപ്പൊ കണ്ടുപിടിച്ചത് നമ്മൾ? സ്ട്രെയിൻ്റെ വാല്യൂ 10⁻⁻5 ആണ്. 10⁻⁻5 ഇൻറ്റു ഒറിജിനൽ ലെങ്ത് 2 മീറ്റർ തന്നിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. സോ ഇത് എത്ര വരും മക്കളെ? 2 into 10⁻⁻5. പക്ഷെ ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കേ, ഓപ്ഷൻ വരുന്ന മൈക്രോമീറ്ററിലാണ്. മൈക്രോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഒരു 10⁻⁻6 വേണം. അപ്പോൾ ഒരു 10⁻⁻6 വേണം. നിങ്ങൾ താഴെ ഒരു 10 കൊടുത്താൽ മതി. അപ്പോൾ മുകളിൽ ഒരു 10 കൊടുക്കണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 20 into 10⁻⁻6
meter, that is equal to 20 micrometer. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. In an alpha particle scattering experiment, distance of closest approach for an alpha particle is 4.5 into 10 raised to minus 14 meter. If the target nucleus has atomic number 80, then maximum velocity of alpha particle is dash into 10 raised to 5 meter per second approximately. Okay, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതില് ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ്, ഇതിലേക്ക് നമ്മളൊരു ആൽഫ പാർട്ടിക്കിളിനെ വി വെലോസിറ്റിയിൽ കൊളീഷന് വിധേയമാക്കും അല്ലെ, ഒരു വി വെലോസിറ്റിയിൽ കൊണ്ടുവരുവാണ്. നമുക്കറിയാം ഇവനും ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് തന്നെയാണ്, ഇതൊരു പോസിറ്റീവ് ചാർജ്ഡ് ന്യൂക്ലിയസ് ആണ്. അപ്പം ഉറപ്പായിട്ട് ഇവൻ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹെഡ് ഓൺ കൊളീഷൻ പോലെ വന്നിട്ട് തിരിച്ചിവൻ ഇതേ ട്രാക്കിലേക്ക്, അതായത് കാരണം പോസിറ്റീവ് ചാർജുകളാണ്, അപ്പൊ അവിടെ ഉറപ്പായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ഇവിടെ വരെ എത്തി എന്ന് പറയുമ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ആ ഡിസ്റ്റൻസിനെ നമുക്ക് R എന്ന് വിളിക്കാം. അപ്പൊ ഇവിടുത്തെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്? ഈ ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്തപ്പോൾ ഒബ്വിയസ്ലി അവന് കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു. ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിനോട് എനിക്ക് ഇക്വേറ്റ് ചെയ്യാം? അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയോട് ഇക്വേറ്റ് ചെയ്യും അല്ലെ. ഉറപ്പായിട്ട് ഒരു വി വെലോസിറ്റിയിലാണ് വരുന്നത്. അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിളിന് ഉറപ്പായിട്ടും കൈനറ്റിക് എനർജി ഉണ്ട്. ഇത് മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറുന്നു? ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. സോ കൈനറ്റിക് എനർജിയുടെ ജനറൽ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കെ Q1 Q2 ബൈ ആർ. ജനറൽ ഇക്വേഷൻ ആണ് കെ ഇൻറ്റു Q1 എന്ന് പറഞ്ഞാൽ ZD, Q2 എന്ന് പറഞ്ഞാൽ ചാർജ് Q ഡിവൈഡഡ് ബൈ ആ ക്ലോസസ്റ്റ് അപ്രോച്ച്, ആ ഡിസ്റ്റൻസ് ആണ് R. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ റിലേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അവിടുത്തെ വെലോസിറ്റി നമുക്ക് എഴുതാം. ഇപ്പൊ നമ്മൾ എഴുതിയ ജനറൽ ഇക്വേഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ZD Q ഡിവൈഡഡ് ബൈ R എന്നാണ് എഴുതിയത്. നമ്മളോട് ചോദിച്ചത് വെലോസിറ്റി കാണാനാണ്. സോ വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു കെ ഇൻറ്റു ZD ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R ഇൻറ്റു എം എന്ന് കിട്ടും. നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു കോൺസ്റ്റന്റ് വാല്യൂ നമുക്കറിയാം 1/4πε0 ആണ് ആ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 9 ഇൻറ്റു 10⁻⁹ ആണ്. ഇൻറ്റു സെഡ് നമുക്ക് 18 തന്നിട്ടുണ്ട് അല്ലേ, ഇൻറ്റു ZE 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു Q. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കേ, ഇത് ആൽഫ പാർട്ടിക്കിൾ ആണ്, അപ്പൊ അത് 2E ആയിട്ട് മാറുന്നു. സോ ചാർജ് 2 ഇൻറ്റു 1.6 ഇൻറ്റു again 10⁻⁻19 divided by ഡിസ്റ്റൻസ് എത്ര മക്കളെ നമുക്ക് തന്നിരിക്കുന്നത്? The closest approach alpha particle is 4.5 into 10⁻⁻14 ആണ് അല്ലെ. ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 4.5 into 10⁻⁻14 into m. യെസ്, മാസ് തന്നിട്ടുണ്ടോ? മാസ് 80 ആണ്. യെസ്, SI ഉണ്ട്, മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. നമ്മളിത് പഠിച്ചു വെക്കേണ്ട ഒരു വാല്യൂ ആണ്. ഇനി അത് അറിയില്ലെങ്കിൽ ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ ഇത് തരുന്നുണ്ട് അവര്. 6.72 ഇൻറ്റു 6.72 ഇൻറ്റു 10⁻⁻27. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇവിടുന്ന് 10⁻⁻27 വരുന്നുണ്ട്. അതേപോലെ ഇവിടുന്ന് ഒരു 10⁻⁻14 വരുന്നുണ്ട്. ഈ 10⁻⁻19 നമുക്ക് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത് 15.6 ഇൻറ്റു 10⁻⁶ മീറ്റർ
പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ അപ്രോക്സിമേറ്റ്ലി 156 ഇൻറ്റു 10⁵ മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാം. 156 ഇൻറ്റു 10⁵ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. സോ ഇത് 10⁵ സോ ആൻസർ ഈസ് 156. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. Two bodies are projected from ground with the same speed 40 at two different angles with respect to the horizontal. The bodies were found to be have same range. Same range ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെയിം റേഞ്ചിന്റെ കോൺസെപ്റ്റ് നമുക്കറിയാം. ബോഡീസ് പ്രൊജക്റ്റഡ് ഫ്രം ദ ഗ്രൗണ്ട് വിത്ത് സെയിം സ്പീഡുമാണ്. ഇനിഷ്യൽ സ്പീഡ് സെയിം ആവുകയും അതേപോലെ തന്നെ അവരുടെ ഹൊറിസോണ്ടൽ റേഞ്ചുകൾ സെയിം റേഞ്ചുമാണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് പ്രൊജക്ടൈലുകളുടെ ആംഗിൾസ് കോംപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അതായത് ഒന്നാമത്തെ ആളുടെ ആംഗിളിന്റെ സമ്മും രണ്ടാമത്തെ ആളുടെ ആംഗിളിന്റെ സമ്മൂടെ 90 ഡിഗ്രി കിട്ടണം. റേഞ്ച് സെയിം ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ നിങ്ങൾ എടുത്തെറിഞ്ഞു, അതെത്തിയ അതേ റേഞ്ചിലാണ് അടുത്ത പ്രൊജക്ടൈൽ, അപ്പൊ റേഞ്ച് സെയിം ആയി. അപ്പൊ ഒന്നാമത്തെ ആൾ എറിഞ്ഞ ആംഗിൾ θ1 രണ്ടാമത്തെ ആൾ എറിഞ്ഞ ആംഗിൾ θ2 ആണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ സമ്മ് 90 ഡിഗ്രി ആയിരിക്കണം. ആ കോൺസെപ്റ്റ് ഇവിടുന്ന് ഉപയോഗിക്കാം. ഇനി ഫസ്റ്റ് ആളെ എറിഞ്ഞ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രിയാണ്. അതായത് θ1 നമുക്ക് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. θ1 60 ഡിഗ്രി, θ1 60 ഡിഗ്രി ആണെങ്കിൽ ഒബ്വിയസ്ലി θ2 എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിട്ട് മാറും. ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? Then the sum of the maximum height attained by the two projectile. അവർ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റിന്റെ സമ്മ് കാണാൻ. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ u² sin² θ ഡിവൈഡഡ് ബൈ 2g. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ സം ഓഫ് മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് മാക്സിമം ഹൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ ആളുടെ ഹൈറ്റ് h1 which is equal to u². u തന്നിട്ടുണ്ട് എത്രയാ? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 40 ഇൻറ്റു 40 ഇൻറ്റു ഒന്നാമത്തെ ആംഗിൾ 60 ആണ്. സോ sin 60 √3/2 അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് 3/4 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. 2 ഇൻറ്റു g 20 എന്ന് കിട്ടും. ഇവിടെ നിന്നൊരു 20 ഇതോടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 കിട്ടും. അതേപോലെ ഈ 2ഉം അല്ലെങ്കിൽ വേണ്ട ഈ 4ഉം ഈ 40 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 10 കിട്ടും. എത്ര കിട്ടും മക്കളെ? 30 ഇൻറ്റു 2 60 എന്ന് കിട്ടും. ഒന്നാമത്തെ ഹൈറ്റ് 60 എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിലെ ഹൈറ്റ് കണ്ടുപിടിക്കാം. h2 വിച്ച് ഈസ് ഈക്വൽ ടു അഗെയിൻ 40യുടെ സ്ക്വയർ ആണ്. അപ്പോൾ 40 ഇൻറ്റു 40 സെയിം സ്പീഡാണ്. ഇൻറ്റു sin² θ എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ sin 30 1/2 അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അഗെയിൻ അത് 1/4 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 20 2g ആണ്. 20 എന്ന് കിട്ടും. ഇവനെ കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 കിട്ടും. ഇവിടെ നിന്ന് ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 10 കിട്ടും. സോ ഇത് 20 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് അവരുടെ സം ആണ്, ഹൈറ്റിന്റെ സം ആണ്. ഇത് 60 ആണ്, ഇത് 20 ആണ്. സോ ആൻസർ ഈസ് 80 മീറ്റേഴ്സ് എന്ന് കിട്ടും. 80 മീറ്റേഴ്സ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഓൺ എ ഗ്രൗണ്ട് ഫ്രം എ ഹൈറ്റ് h1. ആഫ്റ്റർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് ഇറ്റ് റീബൗണ്ട് ടു എ ഹൈറ്റ് h2. അതായത് നമ്മൾ h1 ഹൈറ്റ് ചെയ്യുന്നു, ഒരു ബോഡി ഡ്രോപ്പാണ് ചെയ്തത്. എന്നിട്ട് അത് ഇവിടെ വന്ന് കൊളൈഡ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് റീബൗണ്ട് ചെയ്തിട്ട് ഒരു h2 ഹൈറ്റിലേക്ക് പോയി. ആദ്യത്തെ ഹൈറ്റ് h1 ആയിരുന്നു. h1 ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്തത്. റീബൗണ്ട് ചെയ്ത് h2 ഹൈറ്റിലേക്ക് പോയി. Okay. If the ratio of the velocities of the body just before and after collision in the ground is 4. അതായത് ജസ്റ്റ് കൊളീഷൻ എന്ന് പറയുമ്പോൾ ഉള്ള വെലോസിറ്റിയെ ഞാൻ v1 എന്നും തിരിച്ച് റീബൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റിനെ ഞാൻ v2 എന്നും വിളിക്കാൻ പോവാണ്. അപ്പൊ അവരുടെ റേഷ്യോ v1/v2 എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടി. സോ v1 എന്ന് പറയുന്നത് 4v2 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൊളീഷൻ നടന്ന് റീബൗണ്ട് ചെയ്ത് സെയിം ഹൈറ്റിലേക്ക് പോയിട്ടില്ല. വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ഒരു എനർജി ലോസ് നടന്നിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പെർസെൻറ്റേജ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഈസ് x/4. അങ്ങനെയാണെങ്കിൽ x എത്രയാണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി, പെർസെൻറ്റേജ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് കാണാൻ ഡെൽറ്റ
കൈനറ്റിക് എനർജി ബൈ കെ ഇൻറ്റു 100%. അപ്പോൾ ഡെൽറ്റ കെ എങ്ങനെ കാണാം? കെ ഫൈനൽ മൈനസ് കെ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ കെ ഇനിഷ്യൽ ഇൻറ്റു 100%. ക്ലിയർ? അപ്പോൾ ആദ്യം കെ ഇനിഷ്യൽ എഴുതാം. കെ ഇനിഷ്യൽ ഹാഫ് എം വി സ്ക്വയർ, അത് V1 സ്ക്വയർ ആണ്. അതായത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് V1. അപ്പോൾ ഇനിഷ്യൽ കൈനറ്റിക് അത് ഹാഫ് എം V1 സ്ക്വയർ എഴുതാം. ഫൈനൽ കൈനറ്റിക് എനർജി കെ ഫൈനൽ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V2 സ്ക്വയർ. V2 എന്ന് പറയുന്നത് അഗെയിൻ V2 സ്ക്വയർ. ഇനി V2 പകരം എന്ത് കൊടുക്കാം? V2 എന്ന് പറഞ്ഞാൽ V1/4 ആണ്, അല്ലെങ്കിൽ V1 സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ വേണമെങ്കിലും എഴുതാം. V2 എന്ന് പറഞ്ഞാൽ V1/4 ആണ്. അപ്പോൾ ഞാൻ V2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ ഇതെന്ത് വരും? 1/2 ഇൻറ്റു എം ഇൻറ്റു V2 എന്ന് പറഞ്ഞാൽ V1/4 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ V1/16 എന്ന് V1/16 എന്നിട്ട് നമുക്ക് ആ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കെ ഫൈനൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹാഫ് എം ഇൻറ്റു V1 സ്ക്വയർ ബൈ 16 മൈനസ് ഹാഫ് എം ഇൻറ്റു V1 സ്ക്വയർ അല്ലേ? ഫസ്റ്റ് വൺ ഹാഫ് എം ഇൻറ്റു V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ് എം ഇൻറ്റു V1 സ്ക്വയർ ഇൻറ്റു 100%. ഇവിടെ നിങ്ങൾക്ക് ആരെയൊക്കെ കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതേണ്ട, വെലോസിറ്റിയുടെ മാത്രം ഡയറക്റ്റ് ഇക്വേഷൻ എഴുതിയാൽ മതി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യം ഇവിടുന്ന് ഹാഫ് എം V1 സ്ക്വയർ ഹാഫ് എം V1 സ്ക്വയർ ഹാഫ് എം V1 സ്ക്വയർ എല്ലാം കട്ടായി പോകും. സോ റിമൈനിങ് ഇവിടെ ഉള്ളത് ആരൊക്കെയാണ്? 1/16 മൈനസ് 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സോ എത്ര കിട്ടും? ഇവിടെ നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/16 മൈനസ് 1 ആണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഇവിടെ ഒരു 16 വരും. 1 - 16 ഡിവൈഡഡ് ബൈ 16 വരും. 1 - 16 -15 ആണ്. -15 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 100% എന്നാണ്. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇതൊരു 4 കിട്ടും, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇതൊരു 25 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ്? -375/4 എന്ന് കിട്ടും. അപ്പോൾ ഈ മൈനസ് എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എനർജി ലോസ് ആണെന്നുള്ള കോൺസെപ്റ്റ് ആണ്. എനർജി ലോസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമുക്ക് സിംപ്ലി 375/4 എന്ന് കിട്ടും. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് x/4 ആണ്. എക്സിന്റെ വാല്യൂ കാണാനാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് 375. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ ഈസി അല്ല, കുറേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന വിശ്വാസത്തോടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വളരെ സീരിയസ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, JEE മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാവരും അടിച്ചു പൊളിച്ച് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.